ഗോവിന്ദ് വിഷ്ണു ഡയറക്ട് ചെയ്ത ആന്റണി പെപ്പെ നായകനായി അഭിനയിച്ച ഒരു ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുള്ള സിനിമ ഈ ആഴ്ച OTT റിലീസായിട്ടുണ്ടായിരുന്നു. ദാവിദ് എന്നാണ് പറഞ്ഞത്. ഫെബ്രുവരി 14 അത് തിയേറ്ററിൽ വന്നെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ അത് പ്രേക്ഷകരെ തിയേറ്ററിൽ ഇരുത്താൻ കഴിയാത്ത ഒരു പരാജയ ചിത്രമായിരുന്നു. ആ സിനിമ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം സബ്ജക്ട് ബോക്സിംഗ് ആണെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് ആണെങ്കിൽ കൂടിയും അതില് പ്രേക്ഷകർക്ക് വേണ്ടതായ ഒന്നും തന്നെ ആ സിനിമയിൽ നിന്നും കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിനിമ കണ്ടപ്പോൾ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഒരു OTT-യിൽ ഒരു ആക്ഷൻ മൂവീസൊക്കെ ആകുമ്പോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആവശ്യമുള്ള സിനിമയാണെങ്കിൽ കൂടിയും തിയേറ്ററിലെ മോശം റിവ്യൂ വന്നതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോകാതെ OTT-യിൽ കാണുകയുണ്ട്. OTT-യിൽ കണ്ടപ്പോൾ എനിക്ക് അത് നഷ്ടമായി തോന്നിയില്ല. കാരണം ഇതിലെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ പ്രത്യേകിച്ചൊരു ത്രിൽ എലമെന്റ് ഒന്നും തരാൻ പറ്റാതെ നമ്മൾ കണ്ട് മടുത്ത് അല്ലെങ്കിൽ കണ്ട് പഴകിയ അതേ തീമിൽ തന്നെയാണ് സിനിമ പോകുന്നതും. അതിലൊരു കുറച്ച് ലാസ്റ്റ് മാത്രമാണ് നമുക്ക് പിന്നെയും ഒരു ചേഞ്ച്, പഴയകാല സിനിമകളിൽ നിന്ന് മാറിയ ഒരു ചേഞ്ച് അതിൽ ഉണ്ടായത്. പക്ഷെ ഭൂരിഭാഗ സമയവും സിനിമയിലൊരു ചത്തവസ്ഥയാണ്. അതിലെ ആന്റണി പെപ്പയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ ബാക്കിയൊന്നും തന്നെ നമുക്ക് ഇംപ്രസീവായിട്ടൊന്നും തന്നെയില്ല. സോ ഈ സിനിമ നിങ്ങൾക്ക് ഒരുപാട് സമയം വെറുതെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് OTT-യിൽ കാണാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കൊരു മസ്റ്റ് വാച്ച് മൂവിയാണെന്നൊന്നും. സോ ഇതുപോലുള്ള സിനിമയിൽ ആന്റണി പെപ്പെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്തു വരുമ്പോൾ അത് മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു സിനിമ വിജയിക്കണം എന്നില്ല. അതിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യേകിച്ചൊരു മാസ് മസാല ആക്ഷൻ മൂവി ആകുമ്പോൾ എന്തായാലും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അതിന്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയും ചേർക്കേണ്ടതായിരുന്നു. പക്ഷെ ഇതിൽ ചേർക്കാൻ വിട്ടുപോയത് കൊണ്ട് അതൊരു തിയേറ്റർ പരാജയ ചിത്രവും OTT-ലും വലിയ ഓളം ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു സിനിമയാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, സമയം അത്രയധികം വേസ്റ്റ് ആയി പോകാൻ മാത്രം സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് OTT-യിൽ ഈ സിനിമ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി.